ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പെരുമ്പെട്ടി സെൻറ്റർ മാർത്തോമാ യുവന സഖ്യത്തിൻ്റെ ഭാഗമായി നടത്തിവരുന്ന നോമ്പുകാല ധ്യാന ചിന്തകളിൽ ഒരു ഭാഗമായി തീരുവാൻ കർത്താവ് തന്ന ഭാഗത്തെ ഓർത്ത് സ്തുതിക്കുന്നു. നോമ്പിൻ്റെ 33-ാം ദിനത്തിൻ്റെ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം പത്രോസ് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 21 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ. അതിനായിട്ടല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. ക്രിസ്തുവും നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു. നിങ്ങൾ അവൻ്റെ കാൽ ചുവട് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചേച്ച് പോയിരിക്കുന്നു. അവൻ പാപം ചെയ്തിട്ടില്ല, അവൻ്റെ വായിൽ വഞ്ചനയൊന്നും ഉണ്ടായിരുന്നില്ല. തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെയും കഷ്ടം അനുഭവിച്ചിട്ട് ഭീഷണി പറയാതെയും ന്യായമായി വിധിക്കുന്നുവെങ്കിൽ കാര്യം ഫലമേൽപ്പിച്ചതത്രേ ചെയ്തത്. നാം പാപം സംബന്ധിച്ച് മരിച്ചു നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. അവൻ്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം തന്നിരിക്കുന്നു. നിങ്ങൾ തെറ്റി ഉഴലുന്ന ആടുകളെ പോലെയായിരുന്നു. ഇപ്പോഴോ നിങ്ങളുടെ ആത്മാക്കളുടെ ഇടയനും അധ്യക്ഷനുമായവങ്കിലേക്ക് മടങ്ങി വന്നിരിക്കുന്നു. ഈ ഭാഗത്ത് നിന്ന് നാം മനസ്സിലാക്കുന്നത് തെറ്റി പോയ ആത്മാക്കളുടെ നിത്യജീവന് വേണ്ടി സ്വന്തം ശരീരത്തെ കൽവറിയിൽ യാഗമായി കൊടുത്ത കർത്താവിനെയാണ്. നമ്മുടെ പാപ പരിഹാരത്തിന് വേണ്ടിയാണ് നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി കൽവറിയിൽ മരിച്ചത്. നമ്മുടെ കർത്താവ് പാപം ചെയ്തിട്ടില്ല, അവൻ്റെ വായിൽ വഞ്ചനയൊന്നും ഉണ്ടായിരുന്നില്ല. എന്നിട്ടും ഈ ലോകം മുഴുവനും നമ്മുടെ കർത്താവിനെ തള്ളിപ്പറഞ്ഞു. നാം അവനെ തള്ളിപ്പറഞ്ഞപ്പോഴും നമ്മുടെ കർത്താവ് നമ്മെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്തു. അതുകൊണ്ടാണ് നമ്മുടെ കർത്താവ് തൻ്റെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം തന്നത്. ഈ നോമ്പുകാലം ആഹാരം വർജിക്കുന്നത് മാത്രമാക്കി തീർക്കാതെ കർത്താവിൻ്റെ ക്രൂശിൻ്റെ അനുഭവം നമ്മുടെ ജീവിതത്തിലും ഉൾക്കൊള്ളുന്നവരായിരിക്കണം. ക്രൂശിൻ്റെ അനുഭവം എന്ന് പറയുമ്പോൾ താഴ്മ, വിനയം, അനുകമ്പ, ദുഃഖത്തിലും കഷ്ടയിലും ആയിരിക്കുന്നവരെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാകണം. ഈ നോമ്പുകാലം നന്മയും അനുഗ്രഹവും ഉള്ളതായിരിക്കട്ടെ.